ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ആലു ബോൾസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ആലു ബോൾസ് സിമ്പിളായിട്ട് ക്വിക്കായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടുവരാം. അപ്പോൾ നമുക്ക് ആലു ബോൾസ് തയ്യാറാക്കിയാലോ. ആലു ബോൾസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ബോയിൽ ചെയ്ത് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം വേവിച്ചെടുക്കാൻ വേണ്ടി. തൊലി കളയണമെന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വേവിച്ചെടുത്ത ശേഷം തൊലി കളഞ്ഞ ശേഷം ഇത് സ്മാഷ് ചെയ്ത് നമ്മൾ ഈ ബോൾസിന് വേണ്ടി തയ്യാറാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായി പൊടി രൂപത്തിൽ വേണം സ്മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞ്, അതുപോലെ തന്നെ 3-4 പച്ചമുളക് ചെറുതായി മുറിച്ചത്, പിന്നെ പുതിനയിലയും കറിവേപ്പിലയും. പുതിനയിലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇത് ചെറുതായി അരിഞ്ഞത് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ ഇനി മസാല ചേരുവകളാണ് നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, മുളക് പൊടി അതും കൂടെ ചേർത്ത ശേഷം നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യുക. സ്മൂത്തായിട്ടുള്ള ഒരു ഡോ ആക്കി തയ്യാറാക്കി മാറ്റിയെടുക്കാം. മസാലപ്പൊടികൾ ചേർത്ത ശേഷം നമ്മൾ 1 കപ്പ് റൈസ് ഫ്ലോർ, അത് നമ്മുടെ അരിപ്പൊടിയാണ് ചേർക്കുന്നത്, അതും കൂടെ ചേർത്ത് വേണം സ്മൂത്തായിട്ടുള്ള ഈ ഡോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് മാറ്റിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള റോ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല തിളച്ച എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോഴുള്ള കളറിൽ നിന്ന് ഒരു ഗോൾഡൻ കളർ, ബ്രൗൺ കളർ ചേഞ്ച് ആവുന്നത് വരെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് വേറൊരു ബോൾസിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ആലു ബോൾസ് നന്നായി ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതാ നമ്മുടെ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിട്ട് നമ്മൾ ചൂടോടെ തന്നെ നമ്മൾ ചായയുടെ കൂടെ ഇതുപോലെ കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഈ ആലു ബോൾസ് തയ്യാറാക്കി എടുക്കണേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കാണാത്തവരാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു.